മുറിവുണക്കണം, മറക്കരുത്. പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പോലിത്തായുടെ വാക്കുകൾ തുടർച്ചയായി വിവാദമായത് സഭാംഗങ്ങളിൽ മാത്രമല്ല, പൊതുസമൂഹത്തിലും അസ്വസ്ഥതയുണ്ടാക്കിയെന്നത് സത്യമാണ്. ആദ്യത്തേത് 2 വർഷം മുൻപ് ബാംഗ്ലൂരിൽ നടത്തിയ പ്രസംഗത്തിന്റെ ചുവട് പിടിച്ചായിരുന്നെങ്കിൽ, രണ്ടാമത്തേത് തലസ്ഥാന നഗരിയിൽ അദ്ദേഹത്തിന് നൽകപ്പെട്ട സ്വീകരണ വേളയിൽ അനുമോദനം സ്വീകരിച്ച് സംസാരിച്ചപ്പോഴായിരുന്നു. രണ്ടിടത്തും സഹോദര സഭാംഗങ്ങളായ ലത്തീൻ സമുദായത്തെ അവഹേളിച്ച് സംസാരിച്ചുവെന്നാണ് ആക്ഷേപം. ബാംഗ്ലൂർ പ്രസംഗത്തിലെ പരാമർശം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ പ്രസംഗ ശൈലിയുടെ സ്വാതന്ത്ര്യ സ്വഭാവത്തിൽ ന്യായീകരിച്ചാലും, രണ്ടാമത്തേത് തിരുസഭാ ചരിത്രത്തെ മനഃപൂർവ്വം വികലമാക്കി അവതരിപ്പിച്ചാണ് മുറിപ്പെടുത്തിയതെന്ന് തന്നെ പറയേണ്ടി വരും. വിദേശ മിഷണറിമാരുടെ സംഭാവനകളിൽ ഏറെയും സഭയിൽ വലിയ നഷ്ടങ്ങളും പരിക്കുകളുമായിരുന്നുവെന്ന പരാമർശം സഭാചരിത്രത്തിൻ്റെ പക്ഷാപാത വായനയുടെ ദുരുദ്വേഷ സംഗ്രഹമാണെന്നതിൽ സംശയമില്ല. ഉദയംപേരൂർ സൂനഹദോസിലെ ചരിത്ര നടപടികളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇരുകൂട്ടർക്കുമുണ്ടായാലും, നൂറ്റാണ്ടുകളിൽ നീണ്ട വിദേശ മിഷണറി ബന്ധം സഭയ്ക്ക് നൽകിയ സംഭാവനകളെ പരോക്ഷമായി പോലും തമസ്കരിക്കാവുന്നവയല്ല. 4-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള പേർഷ്യൻ വിദേശ ബന്ധത്തെ സഭയ്ക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുന്നവർ 16-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള മിഷണറി ബന്ധത്തെ മാത്രം തള്ളിപ്പറയുന്നതിൻ്റെ ന്യായീകരണം എന്താണ്? തീവ്ര ലത്തീൻ വിരോധം പ്രചരിപ്പിക്കുന്നവർ ആ പാരമ്പര്യ വഴികളിലെ തിരുനാളുകളും തിരുസ്വരൂപങ്ങളും കൂടി ഉപേക്ഷിക്കുമോ എന്ന ചോദ്യമുണ്ട്. ആദ്യകാലങ്ങളിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലും പുറത്തും രൂപതകളുടെ നിയത സ്വഭാവത്തിലേക്ക് സീറോ മലബാർ സഭ വളരുന്നതിന് പുറകിൽ ലത്തീൻ സഭയുടെ നിർലോഭമായ സഹകരണ സമീപനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന വസ്തുത മറക്കാമോ? സുറിയാനി എന്നത് ഒരു ആരാധന പാരമ്പര്യ വഴി മാത്രമായിരിക്കെ അതിനെ സവർണജാതി ബോധത്തോട് ചേർത്ത് വയ്ക്കുന്ന സഭാചരിത്ര വായന മനുഷ്യവിരുദ്ധം മാത്രമല്ല, ക്രിസ്തുവിരുദ്ധവുമാണ്. അസംഘടിതവും അശാസ്ത്രീയവുമായിരുന്ന ഇവിടത്തെ വൈദിക പരിശീലന വേദിക്ക് സമഗ്രവും സർഗാത്മകവുമായ ആഗോളമുഖം നൽകി വിപുലീകരിച്ചത് വിദേശ കർമ്മലീത്ത മിഷണറിമാരുടെ അശ്രാന്ത പരിശ്രമത്താലായിരുന്നുവെന്ന സത്യമെങ്കിലും ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ ദീർഘകാലം അധ്യാപകനായിരുന്ന തട്ടിൽ പിതാവ് മറന്നുപോകരുതായിരുന്നു. അതേ മാതൃകയിൽ പിന്നീട് തൃശൂർ മേജർ സെമിനാരി തുടങ്ങിയപ്പോൾ അദ്ദേഹം അതിൻ്റെ ആദ്യത്തെ റെക്ടറായിരുന്നുവെന്ന സത്യവും. സഭയിലെ വൈദിക പരിശീലന രംഗത്തെ അതിരുകടന്ന കൽദായവൽക്കരണ ശ്രമങ്ങൾക്ക് മറുപടിയായി ആടുകളുടെ മണമുള്ള ഇടയന്മാരെ വാർത്തെടുക്കുകയെന്ന കാലോചിതമായ അജപാലന പദ്ധതിയുടെ ഭാഗമായിരുന്നു മുളയത്തെ സെമിനാരി എന്ന് അവിടെ പഠിച്ചിറങ്ങിയ നൂറുകണക്കിന് വൈദികർ നന്നായി ഓർക്കുന്നുണ്ട്, ജീവിതത്തിൽ പാലിക്കുന്നുമുണ്ട്. ഇത് വിദേശ മിഷണറിമാരുടെ ചരിത്ര സംഭാവനകളിൽ ഒന്നു മാത്രമാണ്. മലയാളത്തിന് ലിപിയും വ്യാകരണവും ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയത് മുതൽ അച്ചടിയിലൂടെ അത് പൊതുജനസമക്ഷം പ്രചരിപ്പിച്ചതുൾപ്പെടെയുള്ള സാഹിത്യ സാംസ്കാരിക സംഭാവനകളെ വിസ്താര ഭയത്താൽ ഇവിടെ പ്രസ്താവിക്കാത്തതാണ്. വാക്കുപിഴയും നാക്കുപിഴയും മനുഷ്യ സഹജമാണ്. അതിൽ അസാധാരണമായി ഒന്നുമില്ല. എന്നാൽ പിഴവ് പറ്റുമ്പോൾ അത് വേഗം തിരുത്തുന്നിടത്താണ് വ്യക്തിയുടെ വിവേകം വെളിച്ചപ്പെടുന്നത്. വിവാദ പ്രസ്താവന വന്ന് ദിവസങ്ങൾക്ക് ശേഷവും ഖേദപ്രകടനത്തിലൂടെ മുറിവേറ്റ സമുദായങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം സഭാവക്താവിൻ്റെതായി പുറത്തു വന്ന പ്രസ്താവന സ്ഥിതി ഒന്നുകൂടി വഷളാക്കിയെന്ന് പറയേണ്ടി വരും. ഈ വിഷയത്തിൽ ജാഗ്രതയും കരുതലും ഉണ്ടാകണമെന്ന വക്താവിൻ്റെ ആഹ്വാനം ആരോടാണെന്നത് തന്നെയാണ് മുമ്പെന്ന പോലെ ഇപ്പോഴും സഭാ പ്രതികരണങ്ങളെ അനുചിതവും അസംബന്ധവുമാക്കുന്നത്. പ്രസ്താവന നടത്തിയ മെത്രാപ്പോലിത്തായ്ക്കുള്ള ആഹ്വാനമാണതെങ്കിൽ പ്രശ്നപരിഹാരമാണ്. പക്ഷേ അത് നിർഭാഗ്യവശാൽ ആ പ്രസ്താവന കേട്ട് പ്രതികരിച്ചവരോടാണ് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം.
മുമ്പ് ഭൂമി വിവാദത്തിൽ കർദിനാൾ സമയോചിതമായി നൽകാതിരുന്ന ഖേദപ്രകടനം വിഷയത്തെ എങ്ങനെ വഷളാക്കിയെന്ന് ഓർമ്മയുണ്ട്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്താകത്തോളം അത് വളർന്നതിന് ശേഷം മാത്രമാണ് അതുണ്ടായതെന്നതും സ്മരണീയം. ചരിത്രപാഠങ്ങൾ ഇങ്ങനെ മുന്നിൽ നിൽക്കെ ന്യായീകരണ പരമ്പരകളിലൂടെ സഭ വീണ്ടും വീണ്ടും അപഹാസ്യമാകുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവനകളാണെന്നത് മറ്റൊരു സത്യം. അഭിവന്യ തട്ടിൽ പിതാവേ, 3 റീത്തുകളിലെയും അഭിവന്യ പിതാക്കന്മാരുടെ സാഹോദര്യ സാന്നിധ്യത്തിലായിരുന്നു അങ്ങയുടെ സ്ഥാനാരോഹണം. ഒരു ഞെട്ടിൽ വിരിഞ്ഞ 3 പൂക്കൾ എന്നത് ഭംഗിവാക്കുകളല്ലെങ്കിൽ പ്രസ്താവന തിരുത്തി മുറിവുണക്കണം. പൊതുവിടങ്ങളിൽ ചുരുങ്ങിയൊതുങ്ങുന്നതിനാൽ പൊതുബോധത്തെ, ശോഷണത്തെ അപകടകരമാം വിധം അഭിമുഖീകരിക്കുന്ന അസാധാരണ കാലത്താണ് നാം. 3 റീത്തുകളുടെയും സംഗമവേദികളായിരുന്ന സെമിനാരി പരിശീലനവും വിശ്വാസ പരിശീലനവും സ്വത്വവാദ പ്രേരണകളിൽ അസ്തമിച്ചിട്ടില്ലാത്തതായിട്ട് പതിറ്റാണ്ടുകളായി. അവശേഷിക്കുന്നത് POC മാത്രം. അവിടെ പോലും പൊതുപ്രസ്താവനകളിൽ ഒതുങ്ങുന്നു. പൊതുവായ പ്രവർത്തനങ്ങൾ, വേദികളനുസരിച്ച് വാക്കുമാറ്റുമ്പോൾ തൃശ്ശൂരിലെ പ്രസംഗമെങ്കിലും മറന്നുപോകരുത്. വാക്കും പ്രവൃത്തിയും ഒന്നാകുന്ന ആധികാരികതയുടെ അധിക ബലം അങ്ങേക്കുണ്ടാകട്ടെ. മാപ്പ് പറയുമ്പോൾ ചെറുതാവുകയല്ല, ചെറുതായവനിലേക്ക് വലുതാവുകയാണ്. മറക്കരുത്.